പിണറായി വിജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രധാനമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സ്വർണ്ണക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്ന പ്രധാനമന്ത്രി കൊള്ളക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ 5 അന്വേഷണ ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരമ്പിക്കയറിയത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഏജൻസികളെല്ലാം വന്നതിലും സ്പീഡിൽ തന്നെ തിരിച്ചുപോയെന്നു മാത്രമല്ല, BJP വോട്ട് മറിച്ച് പിണറായി വിജയനെ രണ്ടാമതും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, കുഴൽപ്പണം, വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഘട്ടത്തിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ബലിയാടാക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കേരളത്തെ കൊള്ളയടിച്ചതെന്ന് കേസിലെ പ്രധാന പ്രതി ചൂണ്ടിക്കാട്ടി. ഇല്ലാത്ത കേസുകളിൽ പോലും കുടുക്കി പ്രതിപക്ഷ നേതാക്കളെ രാജ്യമാകെ മോദി ഭരണകൂടം വേട്ടയാടുകയാണ്. കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പ്രധാന ജോലി തന്നെ ഇപ്പോൾ അതാണ്. എന്നാൽ കേരള മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളും മൊഴികളും നിലനിൽക്കെയാണ് എല്ലാ കേസുകളും തേച്ചുമാച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് നിർജീവമാക്കിയതിനോടൊപ്പം ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെച്ചതും കൂട്ടി വായിക്കേണ്ടതാണ്. നവകേരള യാത്രയിൽ മോദിക്കെതിരെ ഒരക്ഷരം പോലും മുഖ്യമന്ത്രി ഉരിയാടിയിട്ടില്ല. ഇത്രയും ജനദ്രോഹകരമായ യാത്രയിൽ ഒരു കീറത്തുണി പോലും ഉയർത്തി പ്രതിഷേധിക്കാൻ BJP തയ്യാറായതുമില്ല. കോൺഗ്രസ് പ്രവർത്തകർ വഴിനീളെ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് കണ്ടു രസിച്ചവരാണ് BJPക്കാർ. BJP നേതാക്കൾ കുടുങ്ങുമെന്നുറപ്പുള്ള കൊടകര കുഴൽപ്പണ കേസും ഒത്തുതീർന്നു. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും നനഞ്ഞ പടക്കമായി. അയോധ്യ ക്ഷേത്രം ഉയരുന്ന UPക്ക് 15,07,000 കോടി രൂപ കഴിഞ്ഞ ആഴ്ച അനുവദിച്ചപ്പോൾ കേരളത്തിന് മോദിയുടെ ഒരു കെട്ട് ഗ്യാരണ്ടി മാത്രമാണ് ലഭിച്ചത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രി നടത്തുന്നതെങ്കിൽ ആ പരിപ്പ് തൃശ്ശൂരിൽ വേവില്ലെന്ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം മനസ്സിലാക്കി കൊടുക്കും, സുധാകരൻ പറഞ്ഞു.